കല്ലറ ഗ്രാമപഞ്ചായത്തിൽ ഭൂരിഭാഗം തെരുവിളക്കുകളും ഉയരവിളക്കുകളും പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിട്ടു. നാട്ടുകാരും വഴിയാത്രക്കാരും വെളിച്ചമില്ലാത്തത് മൂലം ദുരിതം അനുഭവിക്കുകയാണ്. 13 വാർഡുകളിലായി 1800-നടുത്ത് വഴിവിളക്കുകൾ ഉണ്ടെങ്കിലും ഇതിൽ 500-ലധികം വഴിവിളക്കുകളും തെളിയാത്ത സാഹചര്യമാണ്. കവലകളിൽ പ്രകാശം പരത്തിയിരുന്ന 4 ഉയരവിളക്കുകളും തെളിയാതെ കിടക്കുകയാണ്. പ്രധാന റോഡുകളിലും ഇട റോഡുകളിലും ഇഴജന്തുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും വിഹാര കേന്ദ്രമായ പ്രദേശമാണ് കല്ലറ ഗ്രാമം. മിക്ക പ്രദേശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട കല്ലറയിൽ രാത്രി സഞ്ചാരം ദുർഘടമായിരിക്കുകയാണ്. പ്രഭാത സവാരിക്കാർ, പുലർച്ചെ പള്ളിയിൽ പോകുന്നവർ, പത്രവിതരണക്കാർ തുടങ്ങിയ കല്ലറയിലെ മുഴുവൻ ആളുകളെയും വഴിവിളക്കുകൾ പ്രവർത്തനരഹിതമായത് ബുദ്ധിമുട്ടിലാക്കുന്നു. സമീപകാലത്തായി കല്ലറയിലെ വിവിധ പ്രദേശങ്ങളിൽ മോഷണവും വ്യാപകമായിട്ടുണ്ട്. പൊതുവഴികളിൽ വെളിച്ചമില്ലാത്തത് മോഷ്ടാക്കൾക്ക് സഹായകമാകുന്നതും പരാതിയുണ്ട്. ഈ കല്ലറയിൽ ഒരുപാട് പ്രദേശങ്ങളിൽ ഇപ്പോൾ വഴിവിളക്ക് പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? കല്ലറയിൽ വഴിപ്രശ്നം ഒത്തിരി ഇപ്പം തന്നെ പ്രോബ്ലം അല്ല, നേരത്തെ തന്നെ പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലും ഈ വഴി പ്രോബ്ലം ഉണ്ട്. ലൈറ്റാണ് കൂടുതലും. നമുക്ക് സ്ത്രീകൾക്കും മറ്റ് കൊച്ചു പിള്ളേർക്കും പ്രായമായവർ പോലും ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് പേടിയാണ്. ഈ ലൈറ്റ് ഇടയ്ക്ക് ഒരു പോസ്റ്റ് കാണും, പിന്നെ അത് 2 പോസ്റ്റ് കാണും, പിന്നെ അത് മൊത്തത്തിലില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ്. പഞ്ചായത്തുകാർ അതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരിതിലും കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. സർക്കാരിൻ്റെ നിലാവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സെൻസർ ലൈറ്റുകളാണ് വഴിവിളക്കുകളായി ഉപയോഗിക്കുന്നത്. ഇതിലെ സെൻസർ അല്ലെങ്കിൽ LED ബൾബ് തകരാറിലായാൽ അപ്പോൾ തന്നെ ലൈറ്റ് പ്രവർത്തനരഹിതമാകും. ഒരു ലൈറ്റ് എന്നത് 6 LED ബൾബ് മൂടുന്നതാണ്. ഏകദേശം 24 വാട്ട്സാണ് ഒരു ലൈറ്റിൻ്റെ ശക്തി. എന്നാൽ ലൈറ്റുകൾ അറ്റകുറ്റപ്പണി നടത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തകരാറിലാവുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ പ്രധാനമായിട്ടുള്ള വിഷയം വഴിവിളക്കുകൾ അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് ക്വാളിറ്റി അത്ര കൂടിയ സാധനങ്ങളൊന്നും അല്ല ഇട്ടിരിക്കുന്നത്. അതൊന്നാമത്തെ പ്രോബ്ലം. രണ്ടാമതായിട്ട് ഏതാണ്ട് 4 മാസം കൂടുമ്പോഴത്തേക്കാണ് ഇത് നന്നാക്കാൻ, അതായത് ആനുവൽ മെയിൻ്റനൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ട് നന്നാക്കാൻ വരുന്നത്. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അതായത് ഇപ്പോൾ എടുക്കുന്നവർ മിക്കവാറും ആരും ആയിക്കോട്ടെ, ഇപ്പോൾ കോട്ടയം ജില്ലക്കാരായിരിക്കാം, ചിലപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാരായിരിക്കാം, ചിലപ്പോൾ മലപ്പുറംകാരായിരിക്കാം, ആര് നന്നാക്കിയാലും അതിൻ്റെ പിറ്റേ ദിവസം ഈ സാധനം കേടായാൽ വീണ്ടും 4 മാസം വരെ ജനം കാത്തിരിക്കുന്ന അവസ്ഥ വന്നിരിക്കുക. ഈ അവസ്ഥയുടെ സുസ്ഥിരമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, അതായത് സ്ഥിരമായിട്ടൊരു ലൈറ്റ് ഇതുപോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനുള്ള ഫണ്ടുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ് നിർബന്ധമായിട്ടും പഞ്ചായത്തുകൾക്കും കൊടുത്തിരിക്കണം. ഇപ്പോൾ കല്ലറ പോലുള്ള സ്ഥലങ്ങളിൽ തനത് ഫണ്ട് കുറവുള്ള പഞ്ചായത്താണ്. അതായത് നികുതി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഈ കൃഷിക്കാരാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെയുള്ളവരിൽ നിന്ന് കിട്ടുന്നത് നികുതിയാണ് നമുക്കിവിടെ ഉള്ളൂ. അങ്ങനെ കിട്ടുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നും ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ ഓടിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കാം. അതുകൊണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് പോലുള്ള പല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും പല പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് തനത് ഫണ്ടിൽ നിന്ന് എടുത്ത് ചെയ്യാനും പറ്റാറില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് ഇതുപോലുള്ള പഞ്ചായത്തുകൾക്ക് ഗവൺമെൻറ് വേണം കൂടുതൽ ഫണ്ടുകൾ ചെയ്യാൻ. ഈ കുറുവാ സംഘത്തിനെതിരായിട്ട് അല്ലെങ്കിൽ മോഷണ സംഘങ്ങൾക്കെതിരായിട്ട് ഒരു ടീം രൂപീകരിച്ചേക്കണത് 4-ാം വാർഡിൽ, അതായത് എൻ്റെ വാർഡിലാണ്. അതിനുള്ള ടീം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സമുദായ ആൾക്കാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. വരുന്ന ചൊവ്വാഴ്ച അതിൻ്റെ മീറ്റിങ്ങും ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഏതൊക്കെ ചെയ്താലും നമ്മൾ രാത്രി നമ്മളെല്ലാവരും വെളിയിലോട്ട് ഇറങ്ങുമ്പം ചിലപ്പോൾ ചിലരുടെ വീട്ടിൽ ടോർച്ച് പോലും കാണത്തില്ല. ചെല്ലുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെ ആശ്രയിച്ചാണ് സാധാരണക്കാരും മെമ്പർമാരും എല്ലാം നിൽക്കുന്നത്. സാധാരണക്കാർക്ക് കംപ്ലയിൻറ്റ് പറയാൻ മെമ്പർമാരുടെ ഉള്ളൂ. പക്ഷേ എന്നെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള മെമ്പറൊക്കെ എന്ന് നമ്മൾ ചെന്ന് പഞ്ചായത്തിൽ ചെന്ന് പറയാം. അതിന് മേലോട്ടുള്ളവർ അത് കേട്ടില്ല എന്നൊക്കെ വെക്കുന്ന ആൾക്കാരും ആ വിഭാഗത്തിലുണ്ട്. നമുക്ക് ക്യാമറകളുണ്ട്. പക്ഷേ കല്ലറ പഞ്ചായത്തിലെ ഇന്ന് വരെ ഒരു ക്യാമറ, അതായത് എല്ലാ ക്യാമറ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, പക്ഷേ എല്ലാ ക്യാമറകളും ഒന്നിച്ച് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു ദിവസം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വർഷത്തിൽ 3 തവണ മാത്രമാണ് വഴിവിളക്കുകളുടെ അറ്റകുറ്റപ്പണി നടക്കുന്നത്. ഇത് 2 മാസം കൂടുമ്പോൾ എന്ന നിലയിലേക്ക് മാറ്റിയാൽ കൂട്ടത്തോടെ വഴിവിളക്കുകൾ പ്രവർത്തനരഹിതമാകുന്നത് ഒഴിവാക്കാനാകും.